ശിവപ്രിയക്കുട്ടി, ഡോക്ടർ അങ്കിൾ പോയിട്ട് വരാമേ. ഇനി എപ്പോഴാ അങ്കിൾ വരാ? വരും. മോൾക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ വരും. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. ശരി. എന്റെ ദേവി, അവിടെ നിന്റെ പ്രാർത്ഥന കേട്ടല്ലോ. അതുകൊണ്ടാവും ഡോക്ടർക്ക് ഇപ്പൊ മോളുടെ അടുത്ത് വരാൻ തോന്നിയത്. അമ്മേ മൂകാംബികെ, ദേവുട്ടി ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയോ? ഞാൻ കരുതി ഇന്നും അവിടെ തന്നെ തങ്ങുന്നു. വാസുകി ഡോക്ടർ വന്നത് നന്നായി അല്ലേ? വാസുകി ഡോക്ടറോട് സംസാരിച്ചാൽ തന്നെ എല്ലാവർക്കും മനസമാധാനം കിട്ടും. ദേവൂട്ടി പറഞ്ഞതുപോലെ വാസുകി ഡോക്ടർ നല്ല കൈപ്പുണ്യമുള്ള ആള് തന്നെയാ. എന്തായാലും വാസുകി ഡോക്ടറെ പോലെ ഒരാള് വന്നത് ആ കുഞ്ഞിന്റെ ഭാഗ്യ. ആ ഭാഗ്യം എപ്പോഴും ഉണ്ടാവട്ടെ. തിരുമേനിയുടെയും നിന്റെയും പ്രാർത്ഥന സാക്ഷാൽ മഹാദേവൻ കേൾക്കുമായിരിക്കും. ശിവപ്രിയയുടെ ആയുസിനെ കുറിച്ചാണ് ദേവുട്ടി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. മാർക്കണ്ഡേയന്റെ കഥ നിനക്കറിയില്ലേ ദേവുട്ടി? അചഞ്ചലമായ ശിവഭക്തി കൊണ്ട് ആസന്നമായ തന്റെ അകാല മൃത്യുവിനെ ഇല്ലാതാക്കാൻ മാർക്കണ്ഡേയന് കഴിഞ്ഞു. ശിവപ്രിയെ പോലെ ശിവഭക്തിയായ ഒരു ബാലികയ്ക്കും അതുപോലൊരു മഹാഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ. ബാക്കിയൊക്കെ വിധിഹിതമാണ്. അത് തടുക്കാൻ ആർക്കും കഴിയില്ല. എന്തായാലും നല്ലത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അമ്മേ, അമ്മ ശ്യാമിലി വിളിച്ചിരുന്നോ? എന്താ? ഞാൻ വിളിച്ചാൽ എന്താ കുഴപ്പം? അല്ല, വിളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മ എന്തിനാ വെറുതെ ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്യുന്നത്? ഫോണിൽ വിളിച്ച് അധിക്ഷേപിക്കാൻ മാത്രം ആ കുട്ടി അമ്മയോട് എന്ത് തെറ്റാ ചെയ്തത്? ഓ, അപ്പോ അവള് നിന്നെ വിളിച്ചിരുന്നു അല്ലേ? എന്നിട്ട് എന്ത് പറഞ്ഞു? അമ്മയെ നിലയ്ക്ക് നിർത്തണമെന്നാണോ ആവശ്യപ്പെട്ടത്? ആ കുട്ടി അങ്ങനെ ആവശ്യപ്പെട്ടാൽ തന്നെ അതിലെന്താ അമ്മേ തെറ്റ്? ഒരു തെറ്റും ചെയ്യാത്ത അവളോട് അമ്മ എന്തിനാ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്നത്? അതെ, എന്റെ ബിഹേവിയറിന് ഒരു കുഴപ്പമില്ല. നീയും അവളും കൂടിയുള്ള ഈ നാടകം ആദ്യം ഒന്ന് നിർത്തിയേ. നാടകോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ആരുമായിട്ട് ചേർന്നും ഒരു നാടകവും അമ്മയുടെ മുന്നിൽ കളിക്കുന്നില്ല. എനിക്കതിന്റെ ആവശ്യവുമില്ല.
പിന്നെന്തിനാ നീ ഇപ്പൊ വന്ന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുന്നേ? അമ്മ ശ്യാമിലിയെ ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുക. അമ്മ കരുതുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല അവള്.